صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. انظر حالنا يا شفيع الله صلى الله عليه وسلم. اسمع مقالنا يا نجي الله صلى الله عليه وسلم. ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرسا مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما يا ربي صل. اللهم صل وسلم وبارك وسلم عليه. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്ദ്യരായ സഖാഫി ഉസ്താദ് അവറുകൾ, പണ്ഡിത മഹത്തുക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ, നാട്ടിലെ കാരണന്മാർ, ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. പള്ളിക്കകത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ നാം ഇവിടെ ഇരുന്നതും നമ്മുടെ ഇബാദത്തുകളും നസീഹത്തും മവാലിദുകളുമെല്ലാം ഇരുലോകത്ത് ഉപകരിക്കുന്ന അമലായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് സ്ഥലമെടുത്തത് മുതൽ പള്ളിയുടെ നിർമ്മാണവും ഈ നിമിഷം വരെ ആരൊക്കെ സഹായിച്ചോ സഹകരിച്ചോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഞാൻ പ്രഭാഷണം നടത്തുന്നുള്ളൂ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെയും ശൈഖുന കളന്തോൾ ഉസ്താദിന്റെയും ഉറൂസ് ആണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു അവരൊക്കെ മദദ് സാധുക്കളായ നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമുക്കെല്ലാം അറിയുന്നതുപോലെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ജിന്നുവർഗങ്ങളെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയെ അറിയാനും അല്ലാഹനെ പഠിക്കാനും അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനുമാണ്.
സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇവിടെ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആ ആയത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ വാചകത്തെ വിശദീകരിച്ച് മഹാനായ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അവിടത്തെ അൽ ബഹറുൽ മദീദ് എന്ന് പറഞ്ഞ തഫ്സീറിന്റെ ഗ്രന്ഥത്തില് ലിയഅ്ബുദൂ എന്ന് പറഞ്ഞാൽ അലിയഅരിഫൂനി, എന്നെ അറിഞ്ഞ് എന്നെ പരിചയപ്പെടാനാണ് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് എന്നാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെ പടച്ചതും മനുഷ്യനെ പടച്ചതൊക്കെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ലിയഅ്ബുദൂൻ എന്ന പദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഇബാദത്തല്ല. കേവലം ഇബാദത്ത് കൊണ്ട് ഫലവും കിട്ടൂല. അള്ളാഹു നമ്മുടെ ഇബാദത്തൊക്കെ കബൂലാകട്ടെ. അള്ളാഹു ഇബാദത്തൊക്കെ കബൂലാകട്ടെ. ആ സ്ഥാനത്ത് ഇബാദത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മഅരിഫത്തോടുകൂടെ ഇബാദത്ത് എടുക്കണം. അള്ളാഹുവിനെ പരിചയപ്പെട്ട ഇബാദത്ത് എടുക്കണം. ഇബാദത്ത് അല്ലാഹു തആല കബൂലാക്കണമെങ്കിൽ യജമാനനായ റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് ഖുശൂഓടെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കണം. മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ലിയഅ്ബുദൂൻ എന്ന ആ വാക്കിനെ ആരാധിക്കുക എന്നതിന് പകരം ലിയഅരിഫൂൻ എന്ന് ഞാൻ തഫ്സീർ പറയാൻ വെറുതെ അല്ല പറഞ്ഞത്. വമദാറുഹു ഖൗലുഹു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തെളിവ് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഹദീസാണ്, ഒരു ഖുദ്സിയായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, കുന്തു കൻസൻ മഖ്ഫിയൻ ലം മുഅറഫ്. ഒരാൾക്കും ഒരു പരിചയമില്ലാത്ത മറഞ്ഞു കിടക്കുന്ന ഒരു നിധി പോലെയാണ് ഞാനൊരു നിധിയായിരുന്നു. എന്നെ ഒരാൾക്കും അറിയില്ല, ഒരു സൃഷ്ടിയും ഇവിടെയില്ല. പക്ഷേ അങ്ങനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റുള്ളവരെല്ലാം എന്നെ മനസ്സിലാക്കാൻ, എന്റെ സൃഷ്ടികൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും ഞാൻ പടച്ചതെന്ന് യജമാനനായ റബ്ബ് തആല പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഫതജല്ലൈതു ബിഹിം ഫീ ഖവാലിബിൽ ഉബൂദിയ്യ, അല്ലാഹുവിന്റെ അടിമകളാകുന്ന, അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന പരിശുദ്ധമായ വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മഅരിഫത്ത് കൊടുക്കുകയും ഞാൻ അവരിലേക്ക് വെളിവാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു തആലയെ അറിയുന്ന ഇബാദത്താണ് നിർവഹിക്കേണ്ടത് എങ്കിൽ എങ്ങനെയപ്പ അല്ലാഹുവിനെ അറിയാ? ആരെ മനസ്സിലാക്കിയാലാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക? അല്ലാഹു തആല നമുക്കൊക്കെ മഅരിഫത്തിന്റെ ഇൽമ്, മഅരിഫത്ത് കൊണ്ടുള്ള അനുഗ്രഹം നൽകുമാറാകട്ടെ. അല്ലാഹു നൽകട്ടെ. ഉസ്താദ് ഭക്ഷണം ഉണ്ട് ഇവിടെ? അതിന്റെ ഒരു ഉസാറ് കാണുന്നില്ല വരെ മൊത്തം. അല്ലാഹു തആല ഖൈറ് തരട്ടെ. നിങ്ങൾ അസർക്ക് തുടങ്ങിയത് കൊണ്ടില്ലേ? അസർക്ക് തുടങ്ങിയല്ല മൗലൂദ് ഉസ്താദ്? ഞാനും നിങ്ങളിൽ ലാസ്റ്റ് വന്നത് നോക്കണ്ട, ബാക്കിയുള്ളത് അസർക്ക് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നിങ്ങളെന്താക്കൂല, ഞാൻ പ്രയാസപ്പെടുത്തൂല, ഞാൻ നിർത്തും. അള്ളാഹു നിങ്ങൾക്കും എനിക്കൊക്കെ ഖൈറ് തരട്ടെ. അള്ളാഹു ഖൈറ് തരട്ടെ, നല്ല ആഫിയത്ത് തരട്ടെ. നാഫിയ ഇൽമ് ഇവിടെ പഠിക്കണ, നമ്മളെത്തൊക്കെ പഠിക്കണ കുട്ടിയൊക്കെ അള്ളാഹു നൽകട്ടെ. ഇൽമ കൊണ്ട്, മഅരിഫത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം എന്താണ്?
അള്ളാഹുവിനെ അറിഞ്ഞവരാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. അള്ളാഹുവിനെ അറിഞ്ഞവരാണ് ബഹുമാനപ്പെട്ട ശൈഖുന കളന്തോൾ ഉസ്താദ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു അവിടത്തെ ശൈഖായ അബ്ദുൽ അസീസ് ദബ്ബാഗ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അള്ളാന്റെ മഅരിഫത്ത് കിട്ടുക? അള്ളാഹുവിന്റെ മഅരിഫത്ത് കിട്ടാനുള്ള വഴി എന്താണ്? ആ സമയത്ത് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറയുന്നു, ഇന്നൽ അബ്ദ ലാ യനാലു മഅരിഫത്തല്ലാഹി ഹത്താ യഅരിഫ സയ്യിദൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഒരു അടിമക്ക് അള്ളാനെ പരിചയപ്പെടണമെങ്കിൽ ഹത്താ യഅരിഫ സയ്യിദൽ വുജൂദ്, മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണം. അള്ളാന്റെ ഹബീബിനെ അറിഞ്ഞാലേ അള്ളാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം നേരിട്ട് അള്ളാനെ കണ്ട ഒരേ ഒരു സൃഷ്ടി, ഒരേ ഒരു വ്യക്തി, അത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊരു അമ്പിയായിനും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ആയതുകൊണ്ട് അള്ളാനെ അറിയണമെങ്കിൽ ആദ്യം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണം. വലാ യഅരിഫു സയ്യിദൽ വുജൂദി ഹത്താ യഅരിഫ ശൈഖഹു. ഒരാൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണമെങ്കിൽ അവൻ അവന്റെ ശൈഖിനെ, അവന്റെ ഉസ്താദിനെ, അവന്റെ മാർഗദർശിയെ അറിഞ്ഞാലേ അള്ളാന്റെ ഹബീബായ തങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാരായ മശായിഖുമാർ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ ശൈഖിനെ അറിഞ്ഞു, അവരെ ശൈഖിനെ അറിഞ്ഞു. ഇങ്ങനെ മശായിഖന്മാരിലെ പരസ്പരമുള്ള അവരുടെ മഅരിഫത്തിനാൽ അവരെത്തിച്ചേർന്നു ഇലാ മഅരിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിന്റെ ശൈഖ് മഹാനായ ബഹുമാനപ്പെട്ട സിഎമിൽ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കി, ഹബീബായ തങ്ങളെ മനസ്സിലാക്കി. അതിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇങ്ങനെ ലോകത്ത് ആരൊക്കെ ആരിഫീങ്ങളായിട്ടുണ്ടോ അവരെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ അവർക്ക് സാധിച്ചത്. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മഹാനായ ഇമാം അൽ ഖുത്ബു ശഅറാനി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, ഫഇൻ ഖുൽത കൈഫൽ വുസൂലു ഇലാ മഹബ്ബത്തില്ലാഹ്. അല്ലാഹു തആല ഒരാളെ സ്നേഹിക്കണം, അള്ളാനെ നമുക്കൊക്കെ സ്നേഹിക്കാം, അതിന് മുടക്കൊന്നുമില്ല, ആരും തടസ്സമൊന്നും സൃഷ്ടിക്കൂല. നമുക്കൊക്കെ അള്ളാനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അള്ള ഇങ്ങോട്ട് ഇഷ്ടപ്പെടണ്ടേ? അപ്പോഴല്ലേ ഇതിന്റെ കാര്യമുള്ളൂ. അല്ലാഹു തആലാനെ നമുക്ക് ഭയങ്കര ഇഷ്ടം, അല്ലാഹു തആല റബ്ബിനോടുള്ള മഹബത്ത് ഏറ്റി തരട്ടെ. പക്ഷെ അല്ലാഹു തആല തിരിച്ചിങ്ങോട്ട് മഹബത്ത് വെക്കണമെങ്കിൽ, അല്ലാഹു തആല നമ്മയൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ, നമ്മളിലേക്ക് ഒരു റഹ്മത്തിന്റെ മഹബത്തിന്റെ നോട്ടം നോക്കണമെങ്കിൽ, കൈഫൽ വുസൂലി ഇലാ മഹബ്ബത്തില്ലാഹി തആല. മഹാനായ ഇമാമുന ശഅറാനി റളിയല്ലാഹു തആല അൻഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് റബ്ബിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നാണോ നിന്റെ ആശങ്കയെങ്കിൽ അതിന് ഒരേ ഒരു മറുപടിയുള്ളൂ, ബി മുതാബഅതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വസുഹ്ദിഹി വവറഇ. ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തോ, നിന്റെ പ്രവർത്തനത്തിൽ മുത്തുനബി തങ്ങളോടുള്ള പിന്തുടർച്ച, നീ പറയുന്ന വാക്കുകളിൽ ബി മുതാബഅത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഏത് മേഖലകളിൽ നീ എടുത്തു പരിശോധിച്ചാലും അവിടെയെല്ലാം ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുതാബഅത്ത്, ഈ പിന്തുടർച്ച കൊണ്ട് മാത്രമാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഓ എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ അഫ്ആലി, നബിതങ്ങളെ അഖ്വാലി, നബിതങ്ങളെ സുഹുദ്, നബിതങ്ങളെ വറഅ്, ഇതിലെല്ലാം നമുക്ക് പിന്തുടർച്ച വേണം. മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ ഒരാളെയും ഇന്നേ വരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നും ഹദിയ കൊണ്ടു കൊടുക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കും. റസൂലുള്ളാഹി തങ്ങളെ സ്വതക്ക സ്വീകരിക്കലില്ല. സ്വതക്ക റസൂലുള്ളാഹി തങ്ങളെ ഒഴിവാക്കലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങാറില്ല. മുത്തുനബി തങ്ങൾ വാങ്ങും, ഹദിയ കൊടുത്താ വാങ്ങും, തഹിയ്യത്ത് കൊടുത്താ വാങ്ങും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഹദിയയായി എന്ത് കിട്ടിയാലും സമർപ്പിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വലിയ ആവേശത്തോടുകൂടെ തന്റെ തോട്ടത്തിലുണ്ടായ ആ മുന്തിരി കൊലകളെല്ലാം കൂട്ടി ബഹുമാനപ്പെട്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, നബിയേ, ഇത് എന്റെ തോട്ടത്തിലുണ്ടായ ആദ്യത്തെ വിളവാണ്, ഇത് താങ്കൾക്ക് സമർപ്പിക്കാമെന്നതാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങളെ സന്തോഷത്തോടു കൂടെ വാങ്ങി. പക്ഷെ നബി തങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, എന്ത് കിട്ടിയാലും കൂടുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് നൽകും. അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബികൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യും. പക്ഷെ അന്നത്തെ മുന്തിരി റസൂലുള്ളാഹി തങ്ങൾ ആർക്കും കൊടുത്തില്ല. എല്ലാം കൊടുക്കണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുക്കാതെ കണ്ടപ്പോ സ്വഹാബികൾക്കും വലിയ വിഷമമായി. എന്താ ഇപ്പൊ ഇതെന്ന് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കിട്ടിയില്ലല്ലോ, എന്താ ഇപ്പൊ ഇത് തരാഞ്ഞ്? ഓല മനസ്സിലൊരു ആശങ്ക. ഹദിയ കൊടുത്ത സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ നിന്ന് തിരിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ചോദിച്ചു. സ്വഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, എന്ത് കിട്ടിയാലും തരുന്ന നിങ്ങൾ എന്തേ ഇപ്പൊ ആ മുന്തിരിന്റെ 2 കഷ്ണം അല്ലെങ്കിൽ 2 മുന്തിരിയെങ്കിലും തരാഞ്ഞ്? നിങ്ങൾ ഇങ്ങനെ അല്ലേനല്ലോ, ഇതിപ്പോ എന്താ തരാത്ത? അപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, അത് വേറൊന്നുമല്ല, ആ മുന്തിരി ഭയങ്കര പുളിയായിരുന്നു. തന്ന മുന്തിരി എന്തെങ്കിലൊക്കെ മഷറിയിൽ കേട്ടിട്ടിയ മാതിരിയ ബേജാറായിരിക്കണ, ഭയങ്കര പുളിയായിരുന്നു. ഈ തന്ന സ്വഹാബിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്കെങ്ങാനും തരികയാണെങ്കിൽ നിങ്ങളത് തിന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോ ആ ഒരു പുളിന്റെ ആ ചമർപ്പ് മുഖത്ത് കാണും. അത് ആർക്ക് വേദനയാവും? ആർക്ക് വേദനയാവും? മുന്തിരി നോക്കോ, തന്നാക്ക് വിഷമാവും. എനിക്കും നല്ല പുളി ഉണ്ടായിരുന്നു, ഞാനത് പറയാ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നാക്ക് വിഷമാവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ തരാത്ത എന്തുകൊണ്ടാ? നിങ്ങൾ ഇതേമാതിരി കടിച്ചിട്ട് ഒരു ഇളിഞ്ഞ പുളിയുണ്ട, അതല്ല നമ്മളെ ഭാഷ പറയട്ടെ, ഹദീസിൽ ഇളിഞ്ഞൊന്നും കാണൂല. അപ്പൊ അതിങ്ങളെ മുഖത്ത് പ്രകടായാൽ ഈ തന്നാക്കതൊരു വിഷമാവൂലേ? അതുകൊണ്ടാ ഞാൻ തരാത്തതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതായത് വേറെ ഒരാളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം അയാളെ കണ്ണുകൊണ്ട് നമ്മൾ കാണുക. ഇതിനാണ് അനുകമ്പ, റഹ്മത്ത് എന്നൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജമാഅത്ത് നടക്കുകയാണ്. ജമാഅത്ത് നിസ്കാരം സലാം വീട്ടിയ ഉടൻ ഒരാൾ നീച്ചു പോയാല് നമ്മളൊക്കെ ഒന്ന് നോക്കും. ജുമയ്ക്കൊക്കെ ചില ആൾക്കാർ വേഗം നീച്ചു പോയാൽ എല്ലാവരും ഒന്ന് നോക്കും, എന്താ പോനോണ്ട് ഇരുന്നാൽ. ഓൻ ചിലപ്പോ ഒരു ഹോസ്പിറ്റൽ കേസുള്ള ആളായിരിക്കും. അപ്പൊ ഓന്റെ വിഷമം നമ്മൾ അറിയാതെ നമ്മളെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. നമ്മളെ കണ്ണുകൊണ്ടല്ല മറ്റൊരാളെ നോക്കണ്ട, ഓന്റെ കണ്ണുകൊണ്ട് നമ്മളെ നോക്കിയാൽ അവന്റെ കണ്ണുകൊണ്ട്
അവന്റെ കണ്ണുകൊണ്ട് അവനെ നമ്മൾ നോക്കിയാൽ നമുക്ക് അദ്ദേഹത്തിലുള്ള ഒരുപാട് ന്യായങ്ങൾ കാണാൻ കഴിയും. അതാണ് ബഹുമാനപ്പെട്ട ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞത്, മൻ അയ്യറ അഖാഉ ബിദംബിൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാള് തന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ കൂടെ തെറ്റ് ചെയ്തതിനാൽ പിടിക്കപ്പെടുകയും അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും ചെയ്ത ഒരു മുസ്ലിമായ സഹോദരന് ഈ തെറ്റ് പറഞ്ഞ ആള്, തെറ്റ് ചെയ്ത ആള് തൗബ ചെയ്തിട്ടും അതേ തെറ്റ് പറഞ്ഞ് അയാളെ ഒരാള് ആക്ഷേപിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്താൽ ഇകഴ്ത്തുന്ന ആള് സമാനമായ തെറ്റ് ചെയ്യാതെ ഈ ഭൂലോകത്തൊന്നും മരണപ്പെട്ടു പോകൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാള് ജീവിതത്തിൽ തെറ്റു പറ്റി, മനുഷ്യനല്ലേ, മനുഷ്യന് പറ്റാനുള്ളത് തന്നെയാണ് ഈ തെറ്റ്. മലക്കുകൾക്ക് ഏതായാലും തെറ്റു പറ്റൂലല്ലോ, അമ്പിയാക്കൾക്കും തെറ്റു പറ്റൂല. മനുഷ്യരായി പടച്ച നമ്മളെ കൂട്ടത്തില് ആർക്കെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ ഈ തെറ്റുപറ്റിയ ആളെ കൂട്ടിപ്പിടിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതാണ് ലോകത്ത് ഏറ്റവും നല്ല വലിയൊരു സമ്പത്ത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. തോറ്റുപോയ കുട്ടികളെയാണ് നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടത്. നമ്മൾ വലിയ മാർക്ക് A+ തിരഞ്ഞെടുക്കണം എല്ലാവരും. ചിലന്മാർ, ഞങ്ങളെ നിലമ്പൂർ ഭാഗത്തൊക്കെയുള്ള ചില തള്ളാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ. എത്ര മാർക്ക് കിട്ടിയാലും മതിയല്ല, 50 കിട്ടിയാലേ 30 സന്തോഷമാവുള്ളൂ. ഞങ്ങനെ 45 വരികയാണെങ്കിലോ ബാക്കി 5 എവിടെയെന്നാ ഈ തള്ള ചോദിക്കുക. കാണാത്ത 5നെ പരിശോധിക്കാം. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഈ താത്താക്കങ്ങാനും കൊടുത്തിട്ട് മകൻ പരന്നങ്ങളൊന്ന് എഴുതിക്കാണെന്ന് പറഞ്ഞാല് നമ്മളെന്നെ എങ്ങനെ കുട്ടി എവിടെ 5 മാർക്ക്, എവിടെ ബാക്കി 10, ഇതറിയോ മാർക്ക്, എനിക്ക് എന്താ സ്കൂളിൽ പണി? ആ കുട്ടി എടുത്തേക്ക്. നമ്മളെ കുട്ടികൾ പാവങ്ങളായതുകൊണ്ടാ. ആ കുട്ടി എങ്ങാനും കുറച്ച് വളവുള്ളു, എന്നാ പാപ്പ നിങ്ങളെന്നാ കണി. പിന്നെ അമ്മക്ക് ആ ചോദിക്കണ ചോദ്യത്തിന്റെ പൂതിയാണ് തീരെ. അല്ലാഹു കാക്കട്ടെ. ഒരാള് പരാജയപ്പെടുമ്പോ പരാജയപ്പെട്ട കുട്ടികളെ, വിഷമിക്കുന്ന ആളെ കൂട്ടിപ്പിടിക്കാനുള്ള മനസ്സ്, അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ മുതാബഅതി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഫ്ആലി. നമുക്കറിയാം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, എങ്ങനെയാ കുണ്ടൂർ ഉസ്താദ് ഇത്രയും അംഗീകരിക്കപ്പെട്ടയാളായത്? വഫാത്തായിട്ട് വീണ്ടും ഓരോ പള്ളികളിൽ, ഓരോ യൂണിറ്റുകളിൽ ഉസ്താദിന്റെ ഉറൂസ് നടക്കുകയാണ്, ഉസ്താദിന്റെ അനുസ്മരണം നടക്കുകയാണ്, ഉസ്താദിന്റെ ആണ്ട് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിനെ ഒരുപാട് വട്ടം കണ്ടൊരു അനുഭവമുണ്ട്. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ഉസ്താദൊക്കെ കളന്തോട് ഉസ്താദിന് മെയിൻ ആളാ. അല്ലാഹു തആല ഓല ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദിന്റെ മദദ് നമ്മുടെ ഉസ്താദിനും ഉസ്താദിന്റെ മുതഅല്ലിമീങ്ങൾക്കും ഇവിടെ പഠിക്കുന്ന സകല വിദ്യാർത്ഥികൾക്കും അല്ലാഹു നൽകട്ടെ. ഉസ്താദിന്റെ ഞാൻ ഒരുപാട് വട്ടം കണ്ടു. ഞാൻ 3-4 വട്ടം അതിപ്രധാനമായ വിഷയം പറയാൻ വേണ്ടി എന്റെ 12ാം വയസ്സിൽ ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിനെ കാണാൻ പോയി. എന്റെ ഉമ്മയുണ്ട് കൂടെ, എന്റെ ഉപ്പിയുണ്ട് കൂടെ. അല്ലാഹു ഉപ്പാന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ, സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ, ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അത് ഞങ്ങൾ പോയത് എന്തിനാ അറിയോ? ഞങ്ങളെ മൂത്ത പെങ്ങൾക്ക് എത്ര കല്യാണം ആലോചിച്ചിട്ടും പുയ്യാപ്പിള സെറ്റായി വരുന്നില്ല. ഇപ്പൊ പിന്നെ നേരെ തിരിച്ചാണ്. ചെക്കന്മാർക്ക് പെണ്ണിട്ടാത്ത തിരക്കപ്പോ സകല മൂല്യന്മാർ ഇന്നലെ അത് ഒരു സക്കാഫി ഉസ്താദ് നല്ല ചൊറുക്കുള്ള ഫോട്ടോ ഒക്കെ എടുത്തുങ്ങാണ്ട് ഉസ്താദെ 29 വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം ഞാൻ ആ 2000-ന്റെ മുമ്പ് ജനിച്ചുകൊണ്ട് നന്നായി. 2Kക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അതിന്റെ മുമ്പുള്ള കേക്ക് എന്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ചെറുക്കം ആ തമാശ നിങ്ങൾക്ക് ചിരിച്ചാൽ നമ്മളത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിരിച്ചിനെ. ഇവിടെ മനസ്സ് പൊട്ടുന്ന ഒരുപാട് ടീമുണ്ട്. ഇവിടെ ഈ വാദം കണ്ടാൽ എനിക്കറിയില്ല. അമ്മക്ക് ചിരിയും കളിയാണ്. ഇപ്പൊ പെണ്ണ് കിട്ടാല്ല. അന്ന് എങ്ങനെയാണോ ഒരു മകളുടെ കാര്യത്തില് ബാപ്പ വേദനിച്ചിരുന്നത്, ആങ്ങളെ വേദനിച്ചിരുന്നത്, കുടുംബം വിഷമിച്ചിരുന്നത്, അതുപോലെ വലിയ സങ്കടത്തിലാണ് ഇന്ന് ഓരോ രക്ഷിതാക്കളും. എന്റെ മോനൊരു കെട്ട്,
ഇന്നലെ ബഹ്റൈനിൽ നിന്ന് ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ, എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞത്, ഉസ്താദെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു അനിയനുണ്ട്, സഖാഫിയാണ്. അദ്ദേഹം കോളേജിൽ നിന്ന് വിട്ടിപ്പോ ആലപ്പുഴ ഭാഗത്ത് ജോലിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, 29 വയസ്സായി. ഇന്ന് ചെക്കന്മാർക്ക് പെണ്ണില്ല, പെൺകുട്ടിയൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്നുള്ള കൊടുത്താറുണ്ട്. അള്ളാഹു കാക്കട്ടെ. എല്ലാവർക്കും പഠിക്കണം, പഠിക്കന്നെ, എവിടേക്കായി പോണാവും പഠിച്ചു. അപ്പൊ ഞാൻ പറയണത്, അന്ന് എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം ശരിയാവാതിരുന്നപ്പോ എന്റെ ഉപ്പയും ഉമ്മയും വലിയ വിഷമത്തോടുകൂടെ കളന്തോട് ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളെ കെട്ടിക്കാൻ നോക്കിയിട്ട് കൊല്ലം കുറയായി, ഇതുവരെ ഒന്നും സെറ്റിലാവുന്നില്ല. അന്ന് ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മോക്ക് 3-ാമത്തെ മാസം കല്യാണം ശരിയാവും. 3 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങളെ മകളെ കല്യാണം ശരി. കൊല്ലങ്ങളോളം അന്വേഷിച്ച് ഇതിനുള്ള വഴികളൊന്നും തുറക്കപ്പെടാതെ വിഷമിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തില് ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് പറഞ്ഞതുപോലെ 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴേക്ക് പെങ്ങളെ കല്യാണം സന്തോഷത്തോടുകൂടെ തീരെയാണ്. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ കൊടുക്കട്ടെ. ഞാനിത് ആരെങ്കിലും കേട്ടി പറയില്ല കേട്ടോ. കേട്ട് ഞാൻ പൊതുവെ പറയലില്ല. കാരണം എന്താ, നമ്മളെ നേതാക്കന്മാര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയാക്ക. നമുക്കും പുതിയ കറാമത്തുകളൊന്നും പറയാൻ ആഗ്രഹമില്ലായിട്ടല്ല, ക്ലിപ്പുകൾ വരുത്താൻ താല്പര്യമില്ലായിട്ടല്ല, ലൈക്കുകൾ കൂടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, കറാമത്ത് തേടിപ്പിടിച്ച് ആൾക്കാരെ തെരഞ്ഞു പിടിച്ചു പോകാൻ പൂതിയില്ലായിട്ടുമല്ല. അതിനും വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങാനും അതിലൂടെ വല്ല വരുമാനം കിട്ടുമെന്നുള്ള ആഗ്രഹം അതും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഉസ്താദുമാര് പറഞ്ഞു, എന്തെങ്കിലും പറയുകയാണെങ്കിൽ നല്ലോണം ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞാൽ മതി. മറ്റൊരു ദിവസം ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിനെ ഞാൻ കാണാൻ പോയപ്പോ എന്റെ തൊട്ടു മുമ്പിൽ ഒരു ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ ഞാനീ പറയണൊക്കെ കേൾക്കണ്ടോ? ഇതൊക്കെ നിർത്താൻ അയക്കണോ? ഒരു 5 മിനിറ്റെങ്കിലും പറയണമെന്ന് ബോധ്യമുള്ള ആൾക്കാരൊന്ന് കൈയൊക്കിക്കാൻ. നിങ്ങൾ എല്ലാവർക്കും 5 മിനിറ്റ് പറഞ്ഞാൽ മതി. ഞാനേ മണ്ണാർക്കാട്ടിൽ നിന്ന് വരിക. അപ്പോൾ ഞാൻ ഇഞ്ച വരവെന്തായാലും ഞാൻ മുതലാക്കും. എനിക്ക് 2 കലിമത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു അനുസരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. കളന്തോട് സ്ഥാനി ഞാൻ കാണാൻ പോയപ്പോ എന്റെ തൊട്ടു മുന്നിലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, കൊല്ലങ്ങളോളായി എന്റെ ഈ ചെവി, വലത്തെ ചെവി തീരെ കേൾക്കണില്ല. ചെവി കേൾക്കുള്ള വലത്തെ ഭാഗത്തുള്ള ചെവി കേൾക്കണില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ചോദിച്ചു, ഏത് ചെവി അപ്പൊ എനിക്ക് കേൾക്കണത്? ഞാൻ ഇതിന്റെ അടുത്തിട്ട് ഞാൻ എന്റെ അനുഭവം പറയണേ. ഏത് ചെവിയാ നിനക്കിപ്പോ കേൾക്കണത്? എന്റെ ഇടത്തെ ചെവി കേൾക്കണത്. എന്നാ അത് മൂടിയൊക്കെ വിരലിട്ട് മൂടി. എന്നിട്ട് ഉസ്താദ് ആ വലത്തെ ഭാഗത്തൊരു കൊട്ടോട്ട്, എന്താ പേര് വെച്ച്? അതിലയാള് മറുപടി പറഞ്ഞു, എന്റെ പേര് ഇന്നാലിന്റെ പേരാണ്. ഇപ്പൊ കേൾക്കണ്ടോ? ആ കേൾക്കണ്ട. എന്നാ പോയിക്കോറും. നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു വിഷയം. അല്ലാഹു തആല ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഏതെല്ലാം വിഷമങ്ങൾ, എത്ര ആളുകളാ ഉസ്താദിന്റെ അടുക്കലുള്ള ചികിത്സ കേവലം ആ മുട്ടമ്പല്ല ഏതാ ടൈം ടേബിൾ വരെ ഇല്ല. അജാദ് ടൈം ടേബിൾ വരെയൊന്നും അവിടെ ഇല്ല. ജിന്നിനെ കീഴ്പ്പെടുത്തുന്ന പ്രശ്നേ ഇല്ല. അവിടെ മശായിഖന്മാരുടെ മേല്, ഖാജ തങ്ങളെ മേല് ഫാത്തിഹ എത്ര ഓതുക, അല്ലെ CM മടവൂര് തങ്ങൾ പാപ്പാന്റെ മേൽ ഇത്ര ഖുൽഹു വല്ലാഹു അഹദ് ഓതുക, ഇത്ര ഫാത്തിഹ ഓതുക. പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടുള്ള ചികിത്സ മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിന്റെ. അത് ഉസ്താദ് ഇങ്ങനെ ചികിത്സയൊക്കെ നടത്തി നല്ല കാശുണ്ടാക്കാൻ ഭയങ്കര പങ്കണ്ടല്ലോ. ഇപ്പൊ എല്ലായിടത്തും കോഴ്സാണ്, ചികിത്സ കോഴ്സ്. നമുക്ക് ആ പഠിച്ച കോഴ്സൊക്കെ നോട്ടീസിൽ കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ആ ചികിത്സന്റെ വിഷയത്തിലൊക്കെ ഞാൻ പഠിച്ച കോഴ്സ് എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ നോട്ടീസിന് വലുപ്പം പോരായിരിക്കും. അത്രയുണ്ട്. നൈലെ ഷെരീഫിന്റെ ചികിത്സാറിനെ കണ്ടപ്പോ ഒരു മെസ്സേജ് വന്നിട്ട്, ഞാൻ അറിയാട്ടോ, അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ചോദിച്ചത്തിന് അയാളെ വീട്ടാരത്തിന്റെ ഇയാളെ സൈക്കിൾ എടുത്ത് കൂടുന്ന പരിചയമുണ്ടതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിന്റെ ചികിത്സ ആത്മീയമായ ചികിത്സ. ഒരാളുടെ കയ്യിൽ നിന്നും
ഉസ്താദ് ഇതുവരെ കാശ് ചോദിച്ചു വാങ്ങിയിട്ടില്ല. ചില മുതലാളിമാര് ഞങ്ങളെ നിലമ്പൂര് ഭാഗത്തുണ്ട് അലിയാരാജി വഫാത്തായി പോയി. അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, മഗ്ഫിറത്ത് അല്ലാഹു കൊടുക്കട്ടെ. ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ മാത്രം ജീവിച്ചിരുന്നൊരു മനുഷ്യൻ, മദ്യം മാത്രം ഉപയോഗിച്ച് കിടന്നുറങ്ങണമെങ്കിൽ ഇതൊരു പെഗ് കിട്ടാതെ ഉറങ്ങാത്തൊരു മനുഷ്യനായിരുന്നു അലിയാജി. ആ അലിയാരാജിയെ പിന്നീട് നേരായ വഴിയിലേക്ക് എത്തിക്കാൻ ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് സാന്നിധ്യം അറിയിച്ചപ്പോ സുബ്ഹാനല്ലാഹ് 100 കണക്കിന് പള്ളി അലിയാരാജി മാത്രമായി നിർമ്മിച്ചു കൊടുത്തു കേരളത്തിന്റെ പല ഭാഗത്തും. ഉപദേശിക്കൊന്നും വേണ്ട. കളന്തോട് ഉസ്താദ് ആരോട് ഉപദേശിക്കൊന്നും വേണ്ട, നമുക്കൊന്ന് കണ്ടാ മതി, നമ്മൾ മാറും. ഞാൻ കളന്തോട് സ്ഥാനം മാത്രമേ ശരിക്കും കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിച്ചെന്ത് ഇയാൾ കുണ്ടൂർ സ്ഥാനെ കുറിച്ച് പറയാം. കുണ്ടൂർ സ്ഥാനം ഞാൻ ആകെ ഒരൊറ്റ കണ്ടിട്ടുള്ളൂ. ഒരു സമ്മേളനത്തിന് കുണ്ടൂർ സ്ഥാനത്ത് വരക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ മോങ്ങത്ത് വെച്ചൊരു സമ്മേളനം. അന്ന് നിങ്ങളൊന്നും ഉണ്ടാവില്ല. മോങ്ങത്തൊരു സമ്മേളനത്തിന് അല്ലേ, ആ സമ്മേളനത്തിൽ ഞാൻ ആകെ കുണ്ടൂർ സ്ഥാനെ കണ്ടിട്ടുള്ളൂ. ആ കുണ്ടൂർ സ്ഥാന്റെ ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്ക് പറയാനുമില്ല, കേട്ടിക്കണ് ഞാൻ പലത്. ഒരട്ടം ഞങ്ങൾ കൂറ്റമ്പാറ ഉസ്താദിനോട് പറഞ്ഞ് ഒരട്ടം കുണ്ടൂർ ഉസ്താദിനെ കുത്തുബിയത്ത് എല്ലാം വേണ്ടിയിട്ട് ആരാ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, യാ ഷെയ്ഖ് മുയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അഞ്ഞ് ലൈറ്റ് ഇട്ടോളി മൊയ്തീൻ ഷെയ്ഖ് ഹാജറായിക്കണേ, നമുക്ക് പോവാറ്. ഷെയ്ഖ് ജീലാനെ ഹാജറാക്കാനല്ല ഈ പരിപാടി. ഞാൻ ഒരൊറ്റ വട്ടം വിളിച്ചപ്പോൾ ഇതിന് ആര് വന്നിക്കണേ, എന്തെങ്ങളിങ്ങനെ ആര് വന്നിക്കണേ, ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ജീലാനി തങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലൊരു ബന്ധ നമ്മളായിരല്ല 10,000 വിളിച്ചിട്ടും ഒരു ഫലവുമില്ല. കാരണം തരങ്ങൾ നമുക്ക് മാരിഫത്തില്ല, നമ്മളെ ഷെയ്ഖിനെ നമുക്ക് അറിയില്ല, നമ്മളൊരു നല്ലൊരു ഉസ്താദിനെ മുറുകെ പിടിച്ചിട്ടുമില്ല. നമ്മക്ക് പിടിക്കാൻ ഇങ്ങനെ കോലം കെട്ടൊന്നും വേണ്ട മക്കളെ, കോലൊന്നും കെട്ടണ്ട. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നല്ല കയമ്പുള്ള ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ. അബ്ദുൽ ഉസ്താദ് പറയുന്നുണ്ട്, ഉസ്താദിന്റെ മകൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഉപ്പാന്റെ കൂടെ 13-ാം വയസ്സിൽ കൂടെ കൂടിയിട്ടുണ്ട് ദർസിൽ. ഞാൻ ഇപ്പോഴും എന്റെ ഉപ്പാന്റെ കൂടെയാണ്. ഇന്നേ വരെ എന്റെ ഉപ്പാന്റെ ജീവിതത്തിൽ വീട്ടിലോ അകത്തോ പുറത്തോ യാത്രയിലോ നാട്ടിലുണ്ടായിരിക്കയോ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരും അറിയാം, മകൻ പറയാം, മുത്തഅല്ലിമീങ്ങൾക്ക് പറയാം. കാരണം മുദരിസാണ്. ഖത്തീബിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാം, മൂപ്പരാരാണ്, ഖത്തീബാണ്. ബാപ്പാനെ കുറിച്ച് മകൻ പറയണമെങ്കിൽ ബാപ്പ അത്രയും ശുദ്ധനായിരിക്കണം. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ ആഫിയത്തും കൊടുക്കണം. നിങ്ങൾ അവിടെ പോയിക്കോളീന്ന്. ഒരു ശൈഖല്ലേ വേണ്ടത്. ജീവിതം ശുദ്ധമാക്കപ്പെട്ട ശൈഖന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കോലം കെട്ടുന്നവരുടെ കൂടെ പോകേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. അല്ലാഹു തആല നമുക്കൊക്കെ അവരെ മദദ് നൽകുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പിന്തുടർച്ച കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. മഹാനായ ഇമാം ഖുതുബുശ് ശഅറാനി തങ്ങൾ ചോദിക്കുകയാണ്, വഇൻ ഖുൽത കൈഫൽ വുസൂലു ഇലാ മുതാബഅത്തി റസൂലില്ലാഹ്, എങ്ങനെയാണ് നബി തങ്ങളോടുള്ള പിന്തുടർച്ചയിലേക്ക് നിനക്ക് എത്താൻ സാധിക്കുക എന്നെങ്ങാനും നീ ചോദിക്കുകയാണെങ്കിൽ യസിലുൽ അബ്ദു ഇലാ ദാലിക ബിസ്സുലൂകി അലാ യദി ശൈഖിൻ സ്വാലിഹിൻ, നല്ല ഒരു ഗുരുവര്യരിലൂടെ നിനക്ക് ഹബീബായ തങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും, നബി തങ്ങളെ മഹബ്ബത്തിലേക്ക് എത്താൻ കഴിയും. ഓ എന്റെ സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മുടെ കൺമുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളുടെ മനസ്സിലും അതിൽ സന്തോഷമുണ്ട്. നബി തങ്ങളെ നബിദിനം വരുമ്പോൾ അതിന്റെ പേരിൽ എങ്ങനെ വിശ്വാസികൾക്ക് സന്തോഷിക്കാതിരിക്കും?
അതിന് ഒരു ഖുർആനിന്റെ ആയത്തും നമുക്ക് വേണ്ടതില്ല, ഒരു സ്വഹീഹായ ഹദീസും വേണ്ട. ആദ്യത്തെ 3 കാലഘട്ടങ്ങളിലുള്ള ഒരാളും അത് ചെയ്യണമെന്നുമില്ല. ചെയ്തിട്ടില്ല എന്നോ ഖുർആനിലില്ല എന്നോ ഹദീസുകളില്ല എന്നോ ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഈമാനിന്റെ ശകലമെങ്ങാനും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടോ? നബി തങ്ങൾ ഈ ലോകത്ത് പൂജാതനായ ദിവസം വന്നാൽ, ആ ദിവസം ഒത്തിണങ്ങുന്ന മാസം അടുത്താൽ അവനവിടെ ഖുർആനിന്റെ ആയത്തുകളൊന്നും പരിശോധിക്കാതെ എന്റെ ഹബീബായ തങ്ങൾ വന്ന ദിവസമാണല്ലോ എന്നൊരു സന്തോഷം അല്ലാഹു തആല അവന് കൊടുക്കുക തന്നെ ചെയ്യും. എത്രത്തോളം നമുക്കറിയാം, നമുക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടി നല്ല കുട്ടിയായി വളർന്നാൽ ഈ കുട്ടിയോടുള്ള സന്തോഷം കൊണ്ട് എല്ലാ വർഷവും ആ കുട്ടി ജനിച്ച ദിവസം വന്നാ നമുക്കൊരു ഓർമ്മയാണ്. ആ ഓർമ്മന്റെ സമയത്ത് പല ആളുകൾക്കും നമ്മൾ സ്വതക്ക കൊടുക്കുകയാണ്. ആ കുട്ടിയെ റബ്ബ് തആല തന്നതിന്റെ പേരിൽ ശുക്ർ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് മിനിഞ്ഞാന്ന് നിങ്ങളൊരു വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. 50-ാം വാർഷികം, വിവാഹത്തിന്റെ 50-ാം വാർഷികം നടത്തുന്ന ഒരു പ്രായമുള്ള വാപ്പാനും ഉമ്മാനും നിങ്ങൾ കണ്ടോ? നിങ്ങളൊക്കെ എന്തിനു പറ്റും? 50-ാം വാർഷികം നടത്തുക എന്തേത്? എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെണ്ണ്. അത് എല്ലാ വർഷവും നമുക്ക് ആ ഡേറ്റ് നമുക്ക് എത്ര ആൾക്ക് ഓർമ്മയുണ്ട്? പുറത്തു പറയണ്ട, ഓള് കേൾക്കുള്ളൂ. ഇവരെ സ്നേഹാണ്, സ്നേഹമൊക്കെ നല്ലതാണ്. പക്ഷെ ഓല് കാട്ടിന് കോപ്പറായത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വയസ്സായ തള്ളനുണ്ട് ഈ തന്തങ്ങനെ പിടിച്ച് റീലുണ്ടാക്കുകയാണ് വയസ്സാം കാലത്ത്. അതിന്റെ മുമ്പത്തെ ദിവസം ഉണ്ട് ഒരു മൂല്യര് കല്യാണം കഴിച്ചപ്പോ ആ മൂല്യര് അയാളെ പെണ്ണുങ്ങളെ ഇതിന് പറ്റും. നീ മൂല്യരാണ് ഇനി പിന്നീട് വയതിന് വരാനുള്ളത്. അല്ലാഹു കാക്കട്ടെ. ആരോട് പറയും? പിരാന്ത് പിടിച്ചാ ചെങ്ങലക്കിട. ചെങ്ങൽക്ക് തന്നെ പിരാന്താണെങ്കിൽ ഈ വയസ്സായ ബാപ്പാനെ മക്കളെല്ലാം കൂടി കോലം കെട്ടിച്ചേക്ക. എന്നിട്ട് പേനും ഷൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ബാപ്പാനെ ഒരുക്കി വെച്ചേക്ക. ഒരു കാലം മുമ്പത്ത് കുജില, ഒന്നേ ദുന്യാവിലുള്ളൂ. തള്ളനി അങ്ങനെ തന്നെ. അങ്ങോട്ട് ഇവര് രണ്ടാളും കൂടെ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു അഭിനയം. എന്നിട്ട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും വിടന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഒരേ ചെയ്തത് ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ആ ഒരു സന്തോഷ ജീവിതത്തിലേക്ക് ഇപ്പൊ നിർത്തട്ടോ. എവിടെ എത്തിയേ? ഓലൊക്കെ നല്ല ശ്രദ്ധിക്കണ്ട. അള്ളാഹു നാഫിയായാലും വരട്ടെ. അള്ളാഹു നല്ല ചോറും പൊതി തരട്ടെ. സന്തോഷ ദിവസത്തിലേക്ക് അവരെ കാലെടുത്ത് വെച്ച ആ ദിവസം അതുപോലെ മനസ്സിൽ തേട്ടി. അതിന് ഖുർആന്റെ ആയത്ത് ഒരു വഹാബി നോക്കലില്ല. വിവാഹ വാർഷികം നടത്തുന്ന ഒരു വഹാബിയും ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണോ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ, ഖുർആന്റെ ആയത്തുകൾ വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരാളും ചോദിക്കലില്ല. കാരണം എന്താ? ഓൽക്ക് സന്തോഷമുള്ള കാര്യമാണത്. സന്തോഷം വരുമ്പോ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതിന് മുഅ്മിനീങ്ങളെ അന്തണ്ടായാ മതി. ഖുർആനിൽ തെളിവ് വേണ്ട. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, ആ നേതാവ് വന്നതുകൊണ്ടാണ് ഞാനൊരു മുസ്ലിയാരായത്. ഓ എന്റെ ഉമ്മമാരെ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫലം തമുസ്സ ബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത്. ഈ ദുന്യവിയായ ജീവിതത്തിൽ എനിക്ക് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഏതെല്ലാം നിഅമത്തുകൾ കിട്ടിയോ ആ സകല നിഅമത്തുകളും നിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുന്യാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹ്.
ഏത് അപകടങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നൽകിയിട്ടുണ്ടോ, ഏതെല്ലാം രോഗങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെ കാത്തുവോ, ഏതെല്ലാം നിഅമത്തുകൾ എന്റെ മക്കളായാലും സമ്പത്തായാലും വീടായാലും വാഹനമായാലും നമുക്ക് കിട്ടിയ ആരോഗ്യമായാലും ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന എല്ലാ നിഅമത്തുകളുടെയും കാരണക്കാരൻ ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ, എല്ലാത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ എന്റെ രക്ഷിതാക്കളെ, നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് വലിയ നിഅമത്താണ്. ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. ശാഫിഈ തങ്ങൾ പറയാണ്, ആ പറയപ്പെടുന്ന നിഅമത്തുകൾ മുഴുവനും നബി തങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ പടിവാതിലേക്ക് എത്തുമ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് മുത്തുനബി തങ്ങളെ മദ്ഹ് കടന്നു വരണം. ചെറിയ കുട്ടികള്, അതേ നമ്മുടെ ചെറിയ മക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അവരതിന്റെ പേരിൽ സന്തോഷം പങ്കിടണം. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അൽ യജൂസു മദ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അജമി, അനർബി ഭാഷയിൽ ഒരാൾ നബി തങ്ങളെ മദ്ഹ് പറയുന്നത് അനുവദനീയമാണോ? അറബിയേതര ഭാഷകളെ കൊണ്ട് നബി തങ്ങളെ മദ്ഹ് പറയാൻ പറ്റുമോ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, നഅം, എങ്ങനെ ഏത് ഭാഷയിലാണെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയൽ നല്ലതാണ്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, അൽ യദ്ഖുലു അഹദുനിൽ ജന്നത ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആസ്. തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തുണ്ട്. അവന്റെ ജീവിതത്തിൽ പാപക്കറകളാൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ നബി തങ്ങളോടുള്ളൊരു മഹബ്ബത്തുണ്ടെങ്കിൽ ആ ഒരൊറ്റ മഹബ്ബത്ത് കൊണ്ട് അവർക്ക് സ്വർഗത്തെ കടക്കാൻ പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി തങ്ങളോട് ചോദിക്കുമ്പോ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് ഒറിജിനൽ മഹബ്ബത്താണെങ്കിൽ അതുകൊണ്ട് തന്നെ അവരെ സ്വർഗത്തിൽ കിടക്കുക തന്നെ ചെയ്യും. ഉടനടി അടുത്ത ചോദ്യം, വഇൻകാന താരിക സ്വലാ, അവരെ നിസ്കാരം ഒഴിവാക്കുന്നവനായാലോ? അവിടുന്ന് പറഞ്ഞു, വഇൻകാന താരിക സ്വലാ, ഇനി അവന്റെ ജീവിതം നിസ്കാരം തന്നെ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലുള്ള മഹബ്ബത്ത് ഒറിജിനൽ ആണെങ്കിൽ ആ മഹബ്ബത്ത് കൊണ്ട് അവന് സ്വർഗത്തിൽ കിടക്കുമെന്ന് മഹാനായ ഇമാമുന സുയൂത്തി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മനസ്സിലുള്ളവർക്ക് ആ മഹബ്ബത്ത് കൊണ്ട് മാത്രം സ്വർഗത്ത് പോകാം. പക്ഷേ മഹബ്ബത്ത് ഒറിജിനൽ ആയാലോ? എല്ലാ ദിവസവും 5 തവണ വുളു എടുത്ത് ഇരുന്ന് കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സലാം പറയൽ നിർബന്ധമാണല്ലോ. മുത്തുനബി തങ്ങളോട് ഒരാൾക്ക് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ പിന്നീട് ഈ സലാം അവരും അതേ മുടക്കാനും മനസ്സ് കാണിക്കൂല. ഓ എന്റെ ഉമ്മമാരെ, അല്ലിമൂ ഔലാദകും മഹബ്ബത റസൂലില്ലാഹ്. നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിനെ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ.
നിങ്ങളെ മക്കൾക്ക് നബി തങ്ങളുടെ മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ദുആയിരക്കും ഞങ്ങളെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ, ആലിമീങ്ങളാക്കണേ. ഓ എന്റെ ഉമ്മമാരെ, അതുമാത്രം പോരാ, എന്റെ മക്കളെ മുത്തുനബി തങ്ങളെ ഇഷ്ടക്കാരാക്കണേ എന്നൊരൊറ്റ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ മടി കാണിക്കരുത്. കാരണം നബി തങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരാൾക്കും തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാൻ കഴിയൂല. 5 തവണ നാം പറയുന്ന സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന സലാം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹാനായ ഇമാമുൽ ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇവിടെ നിന്ന് സലാം പറയുമ്പോൾ മദീനത്തെ റൗളയിൽ നിന്ന് മുത്തുനബി തങ്ങളെ സലാം മടക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് അത് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ അത്രക്കങ്ങ് ആകാത്തത് കൊണ്ടാ ചില സലാമുകൾ കേൾക്കാൻ കഴിയാത്തത്. അല്ലാഹു തആല മടക്കപ്പെടുന്ന സലാമിന്റെ ഉടമകളായി നമ്മളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു കബൂലാകട്ടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ആദരവായ പൊന്നു മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ കേൾക്കും. ആ കേൾക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചിങ്ങോട്ട് സലാം മടക്കും ചെയ്യും. ആ മടക്കുന്നത് ചില ആളുകൾ കേൾക്കാറുമുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല അവിടുത്തെ മദദ് തരട്ടെ. അദ്ദേഹത്തിന്റെ മുരീദുമാര് പറയുന്നുണ്ട്, ഒരു ദിവസം ഞങ്ങൾ ഷെയ്ഖിന്റെ കൂടെ നിസ്കരിക്കുകയായിരുന്നു. അവ ഷെയ്ഖ് ഒരുപാട് നിസ്കരിക്കും. ഒരു ദിവസം ഷെയ്ഖിന്റെ നിസ്കാരം ഞങ്ങൾ നിർവഹിക്കുന്നത് കണ്ടു. അത്തഹിയാത്തിൽ ഷെയ്ഖ് ഇങ്ങനെ പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വട്ടല്ല, 2 വട്ടല്ല, 3 വട്ടല്ല, ബഹുമാനപ്പെട്ടവർ ഇതിങ്ങനെ ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സലാം ഇങ്ങനെ മടക്കി പറഞ്ഞ് അവസാനം സലാം വീട്ടി ആ നിസ്കാരവും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു അതേ തിരിച്ചു വരുമ്പോൾ അവിടത്തെ മുരീദുമാര് ചോദിച്ചു, അല്ല ശൈഖേ, നിങ്ങളെ കൂടെ ഞങ്ങൾ ഒരുപാട് നിസ്കാരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ മഅ്മൂമീങ്ങളായി നിന്നിട്ടുണ്ട്, എന്നാ ഒരു സമയത്തും ഞങ്ങളെ കാണാത്ത പോലെ എന്തേ നിങ്ങൾ ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള സലാം ആവർത്തിച്ച് ഉറക്കെ പറയാനുള്ള കാരണം
സാന്ത്വന പ്രവർത്തകർക്കറിയാം, സാന്ത്വന പ്രവർത്തനത്തിന് പോയ ആൾക്കാർക്കറിയാം. ഓക്സിജൻ സിലിണ്ടർ നമ്മളെ കോവിഡിന്റെ ടൈമില് ശ്വാസം കിട്ടാതെ കടന്ന് വലിഞ്ഞിനല്ലേ നമ്മളൊക്കെ. ഒരു സിലിണ്ടർ കൊണ്ടുവെക്കണീന് പൈസ എത്രേന്? എന്തെങ്കിലും ഇതൊന്നും അറിയില്ല. എന്റെ മാതിരി തന്നെയാ. ആർക്കും സുഖമല്ല. ആ വാടക അതില് സാധനം നിറക്കണ്ടേ? ഈ ഓക്സിജൻ ഇപ്പൊ നമ്മക്ക് ആർക്കെങ്കിലും കുറ്റിയിട്ട് നടക്കണ്ട, നമ്മള് ഇഷ്ടം പോലെ തരികയാണല്ല. ശരിക്കൊക്കെ ഇതെങ്ങാനും ഈ ശ്വാസമൊക്കെ കൂട്ടിയിട്ട് ഒരു കുറ്റിയിലാക്കിയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ കോടീശ്വരന്മാരാക്കാൻ. അതിനൊരു അവസരമല്ലാത്തോണ്ടാ. ഗൾഫിൽ സമ്പത്തുണ്ടായത് പെട്രോൾ കണ്ടുപിടിച്ചോണ്ടാണ് അല്ലേ? ഞമ്മക്കെങ്ങാനും ഒരു അവസരം തരാണ്, നമ്മളെ ഈ ശ്വാസമൊക്കെ എന്താക്കുക ഒരു സിലിണ്ടറിലേക്ക് ഊതി കയറ്റാനുള്ള ഒരു അവസരം, ഒരു ആരോഗ്യമൊക്കെ തരികയാണെങ്കിൽ, സപ്പോസ് ഒരു ഉദാഹരണം നമുക്ക് ആശിക്കാലോ, അങ്ങനെ എങ്ങാനും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ എത്ര കോടീശ്വരന്മാരാ. നമുക്ക് പിന്നെ ഇല്ലായ്മയും വല്ലായ്മയും എപ്പോഴും നമ്മൾ പറയും. ആരോട് ചോദിച്ചാലും എങ്ങനെയുണ്ട്, ഞാനേ പോണ് അറിയും. എവിടുക്ക പോണ്? ആ പോവന്നെ, മരിച്ചു പോവന്നെ, മരിച്ചാൻ പോവാണ്. ഒരൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് നമ്മൾ പറയില്ല. ഇതുവരെ പറയാൻ നിങ്ങളെ കാര്യമല്ലേ ഞാൻ പറയുന്നുണ്ട്. ഞാൻ മലയാളികളെ പൊതു സ്വഭാവമാണ്. എന്താ എന്താണ് ചമ്പ്രക്കാർ ഉഷാറാ, ഈ പള്ളി എന്താ ഉഷാറാ, നിങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങളോടൊന്നും ഭയന്ന് പറയേണ്ട ആവശ്യമല്ല. ഉസ്താദ് പറയൽ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം. ഞാൻ ഇതിനു മുമ്പ് 1-2 വട്ടം ഇവിടെ അതിന് വന്നിട്ടുണ്ട്. ഞമ്മക്ക് അല്ലാഹു തആല തന്ന നിഅമത്തിന് പകരമായിട്ട് ഒരു അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖിൽ നമ്മൾ പറയില്ല. കോവിഡിന്റെ സമയത്ത് എന്റെ കൂടെ ഡ്രൈവറായിട്ട് വന്നിട്ട് ഒരു ചെറുപ്പക്കാരുണ്ട്, എനിക്ക് ബീർക്കാന്ന് പറയാൻ. അപ്പൊ അയാൾക്ക് ഞാൻ നമ്മളെ വേദം മുടങ്ങിയാലോ, അപ്പൊ പിന്നെ അയാൾ ഡ്രൈവിങ്ങിന്റെ പണിയും കഴിക്കും. അപ്പൊ ഒരട്ടെ ഞാൻ ഫോൺ വിളിച്ചല്ലേ, എന്താ കബീർക്ക വർത്താനം റാഹത്ത് തന്നെയല്ലേ? അപ്പൊ അയാളിന്റെ ഈ വേദ കേട്ടിക്കണം. അപ്പൊ അയാൾ പറഞ്ഞെന്ത്, അൽഹംദുലില്ലാ, ഏറ്റവും സമാധാനം അതിന്റെ വേദ കേട്ട് ഒരാളെങ്കിലും നന്നായല്ലോ. ഈ അടുത്തേക്ക് അയാൾ പറഞ്ഞു, ഉസ്താദേ അത് ഒരു ഒഴുക്കിൽ പറഞ്ഞതാട്ടോ, ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പറയില്ല. അല്ലാഹു തആല തന്നീനെ കുറിച്ച് നമ്മൾ ആലോചിക്കണേ ഇല്ല. നമ്മൾ നാളത്തെ കുറിച്ച്, നാളെപ്പം എന്താവുന്ന നാളത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടാന്ന്. നമ്മക്കുള്ള ആകെ പ്രശ്നം എന്താ പറയാ, നമുക്ക് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടാനുള്ള കാരണം എന്താ? അമിതമായ ആലോചനയാണ്. മകളെങ്ങനെ കെട്ടിച്ച, മകളെ കെട്ടിക്കണ നേരത്തെ ആലോചിച്ചാൽ മതിയല്ലോ.
ഇപ്പൊ തന്നെ അതിനുണ്ടാക്കിയേക്ക. എന്റെ മോൻ പഠിച്ചിട്ട് ഓനൊരു ഡോക്ടർ ആക്കണം, നല്ലത് തന്നെയാണ്. ഇതിന് ടൈം ആവട്ടെ. 10 കൊല്ലത്തിന് ശേഷം ഇവൻ ഡോക്ടർ ആകണം. ഇപ്പൊ തന്നെ ആലോചിച്ച് വെറുതെ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്? പിന്നെ എങ്ങനെ നമ്മൾ അസുഖം മാറും? ഷുഗർ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം ടെൻഷനാണ്. ടെൻഷൻ കൂടിയാൽ എന്തു പോവും? ഞാൻ ഈ ഭാഗത്തേക്ക് നോക്കണല്ലോ, ഈ ഭാഗത്തേക്ക് നോക്ക. ടെൻഷൻ കൂടി എന്തു പോവും? ഉറക്ക് പോവും. ഉറക്ക് പോയ എന്ത് കൂടും? ഷുഗർ കൂടും. ഷുഗർ കൂടിയ പിന്നെ കിഡ്നി എന്തായാലും പോലെ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അമിതമായ ആലോചിച്ച് കൂട്ടണ്ടായിരുന്നു. ഞാനിപ്പോ പുതിയൊരു തിയറിയിലേക്ക് എത്തി. ഇന്നലത്തിനെ കുറിച്ചും ഞാൻ ആലോചിക്കൂല, നാളത്തിനെ കുറിച്ചും ഇപ്പൊ ഞാൻ എങ്ങനെയാ? ഇപ്പൊ എനിക്ക് അൽഹംദുലില്ലാ സന്തോഷമാണ്. നമ്മൾ ഇന്നത്തിന് വേണ്ടി ജീവിക്കുക. നാളത്തിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കണ്ട, ഇന്നലത്തിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കേ വേണ്ട. ഒരു കാര്യമല്ല ആലോചിച്ചിട്ട്. എന്റെ 2 കോടി പോയ പോക്കേ പോയില്ലേ, ഇങ്ങനത്തെ എങ്ങനെ ആലോചിച്ച് തിരിച്ചു വരുമോ? ഞാൻ പറയണത് ടെൻഷൻ കൂടുതൽ കൊടുക്കില്ലേ. അല്ലാഹു തആല തന്ന നിഅമത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ ആരോഗ്യത്തിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഏത് ഭക്ഷണം കഴിക്കണേ നമുക്ക് തിരക്കേടില്ല എന്നൊരാള് പറയാനുള്ള അവസരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. ഒരു ഫുഡ് എനിക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ നമ്മൾ കഴിക്കും എന്നൊരാൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. നമ്മളിപ്പോ സമാധാനത്തോടുകൂടെ ഉറങ്ങാനുള്ള ഗുളിക കണ്ടുപിടിച്ചിട്ടുണ്ട്, മരുന്ന്. അത് കുടിച്ചാല് ശാന്തമായി ഉറങ്ങാൻ പറ്റും, ശരിയല്ലേ? പക്ഷെ ശാന്തമായി ഉണരാനുള്ള വല്ല ഗുളിക എവിടെയും കണ്ടുപിടിച്ചില്ല. ഉണർന്ന അപ്പൊ തോന്നും മനസ്സൊക്കെ ടെൻഷൻ, ഇനിയിപ്പൊ എന്താ കാട്ടുക, പൈസ അല്ലല്ലോ കച്ചില്, ആ കട എങ്ങനെയാ പൂട്ടുക, ബിസിനസ് എന്തായി? സമാധാനത്തോട് ഉണരാനുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുവച്ചിട്ടില്ല. ഒരാൾക്ക് ഗുളിക കുടിക്കാതെ, മരുന്ന് കുടിക്കാതെ, ടോണിക്ക് കഴിക്കാതെ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. എത്ര മനുഷ്യന്മാരാ ഉറങ്ങിക്കിട്ടാൻ വേണ്ടി ഗുളിക കുടിക്കുന്നവർ, മെഡിസിൻ ഉപയോഗിക്കുന്നവർ. അപ്പൊ അല്ലാഹു തആല തന്ന നിഅമത്ത് എത്രയാ നമുക്ക്. അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ മദ്ഹിന്റെ മാസത്തില് ഹബീബായ തങ്ങളാണ് ഈ ലോകത്ത് പൂജാതനായത് എന്ന് സകല മതക്കാരും അറിയണം, സകല മനുഷ്യന്മാരും അറിയണം, ലോകർ മുഴുവനും അറിയണം. അതിന് വിപുലമായ നബിദിന പ്രോഗ്രാമുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള വഴികളൊക്കെ നീ ഒരുക്കി തരണേ. അല്ലാഹു വഴി ഒരുക്കി തരട്ടെ. ഞമ്മക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഭക്ഷണമൊക്കെ വിതരണല്ലുണ്ടാ? റബീഉൽ അവ്വൽ എങ്ങനെ പള്ളി മഹലിന്റെ കീഴിൽ, ഇത് മഹലല്ലേ, പള്ളിന്റെ കീഴിലുണ്ടാവും. അല്ലാഹു തൗഫീഖാക്കി തരട്ടെ, അല്ലാഹു തൗഫീഖാക്കട്ടെ. സാധാരണ എത്ര കിൻഡൽ എവിടെയൊക്കെ വെക്കല്? 4 കിൻഡൽ. 4 കിൻഡൽ പറഞ്ഞാൽ ഇപ്പൊ ഒരു 9 ചാക്ക് അരി വരും അല്ലേ? കണക്ക് 8 ആക്കിയ 9 കൂട്ടികളി ഉണ്ടാവും. 9 ചാക്ക് വേണം. ഞങ്ങളെ ഭാഗത്തൊക്കെ 4 കിൻഡലേറെ 9 ചാക്ക്. ഇനി ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. ഞാനിപ്പോ ഈ പള്ളിയില് കളന്തോട് സ്ഥാന മജ്ലിസില്, കുണ്ടൂർ സ്ഥാന്റെ മധു പറഞ്ഞ മജ്ലിസില് ഇവിടെ ഇരിക്കുന്ന ചെറിയ കുഞ്ഞുമക്കളെ ആമീനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, തങ്ങളെ ഖിലാഫത്ത് ഏറ്റെടുത്ത് പുറത്തേക്ക് പോകുമ്പോ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് പോയി സലാം പറയും. അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് അവരെ കൈമുസാഫഹത്ത് ചെയ്ത് ആ ചെറിയ കുഞ്ഞുമക്കളോട് ദുആയിരക്കാൻ പറയും. ആര്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ കൂടെയുള്ള സ്വഹാബത്ത് ചോദിച്ചല്ല ഉമർ തങ്ങൾ നിങ്ങൾ എന്ത് പണി കാട്ടുക, നിങ്ങൾ വലിയ ഖലീഫയല്ലേ, എന്നിട്ട് ഈ ചെറിയ കുട്ടികളോട് നിങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞ്
നിങ്ങൾ എന്നെ എമ്പാട് റസൂലുള്ളാഹിന്റെ ഖലീഫയായിട്ട് രണ്ടാം ഖലീഫയായിട്ട് വന്ന നിങ്ങളെന്തിനീ ചെറിയ പിള്ളാരുടെ ദുആവും പ്രതീക്ഷിച്ച് ദുആ വസിയത്ത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് നിങ്ങൾ ദുആ ഇറക്കണം. ദുആഇനെ അല്ലാഹു തആല തട്ടൂല. തെറ്റ് ചെയ്യാത്ത നാവ്, തെറ്റ് ചെയ്യാത്ത നാവ് ഇനിയിപ്പോ ഇവിടെ ആരേ ഉള്ളൂ? കുട്ടികളേ ഉള്ളൂ. കാരണം ഓലെ തെറ്റിഞ്ഞിപ്പോ എന്തെങ്കിലും പറഞ്ഞിക്കണമെങ്കിൽ തന്നെ റെക്കോർഡിലില്ല. 15 വയസ്സ് വരെയൊക്കെ ഇഷ്ടമുള്ളത് പറയാം. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരും. ഞാനും കൂടെ അങ്ങനെയാണോ? നമ്മളെ നാവിനെ നമ്മളെ നിയന്ത്രിക്കണില്ലല്ലോ, എന്തും പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം കാണാനില്ല. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ തെരഞ്ഞു പിടിച്ചു. അന്ന് ഖലീഫ അബൂബക്കർ തങ്ങളാ. അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ റുകൂയിലേക്ക് പോയ പോലെ ഇങ്ങനെ താഴി നിൽക്കുന്നുണ്ട്. അപ്പോ ഉമർ തങ്ങൾ പോയിട്ട്, മാദാ ഫഅൽത യാ ഖലീഫത റസൂലില്ലാഹ്, എന്താ അബൂബക്കർ തങ്ങളെ നിങ്ങൾ ചെയ്യണത്? എന്തിനാ ഈ നാവിങ്ങനെ പിടിച്ചു നീട്ടണത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട നിബിതങ്ങൾ പറയുന്നുണ്ട്, എന്റെ ശരീരത്തിലുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാവിന്റെ അപകടങ്ങളിൽ നിന്ന് കാവല് ചോദിക്കുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സകല അമലും പൊളിഞ്ഞു പോകാൻ ഈ ഒരൊറ്റ സാധനം മതി. സകല അമലും പോകും. അല്ലാഹു കാകട്ടെ, അല്ലാഹു കാകട്ടെ. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ അബൂബക്കർ തങ്ങളെ തൊള്ള വാ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കുക. എന്തേ? അതിന്റെ ഉള്ളിൽ ഒരു കല്ലുണ്ടാവും. അബൂബക്കർ തങ്ങളെ വായന്റെ ഉള്ളിൽ കല്ല് വെക്കും. എന്തിന്? വർത്താനം പറയാ. പള്ളി കല്ലുണ്ടായി പിന്നെ എങ്ങനെ വർത്താനം പറയാം? ഇതൊക്കെ ജീവിതത്തിൽ കാണിച്ചു തന്നൊരു മാർഗാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ്. അപ്പൊ ഈ ചെറിയ കുട്ടികളെ നാവുണ്ടല്ലോ, ആമീൻ പറഞ്ഞാൽ ഇജാബത്തുള്ള 10 വിഭാഗം ആളുകളിൽ എണ്ണുമ്പോ ആ 10 വിഭാഗവും ഒരുമിച്ച് കൂടിയ മജ്‌ലിസാ നമ്മുടെ പോലീസ്. ദ്വാരക്കണ എന്നെങ്ങൾ നോക്കണ്ട, നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഒരു 10:15 നമുക്ക് നിർത്തണം അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് നിങ്ങളൊന്ന് നീച്ചെന്നാണ് 10:15 നിർത്തണമെന്ന്. അങ്ങനെ ഒന്ന് അടുത്ത് വരും, എല്ലാവരും ഒന്ന് അടുത്ത് വരും. ഞങ്ങളോട് സ്വലാത്ത് പറയാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു സ്വലാത്ത് പറയാൻ എത്ര വട്ടം ചൊല്ലാൻ പറഞ്ഞേ? 21 വട്ടം. ഉറങ്ങണീന് മുമ്പാണ് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നു, ഉറക്കിലേക്ക് പോയിക്കൊള്ളും. യൂസുഫ് നബഹാനി തങ്ങൾ പറയാണ്, നീ അത് പതിവാക്കുകയാണെങ്കിൽ 21 വട്ടം ചൊല്ലി പതിവാക്കുകയാണെങ്കിൽ 41ാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹുവിനെ തൗഫീഖ് നൽകണേ. റയീസിന്റെ ഉപ്പ ഈ പരിപാടിയുടെ സന്തോഷത്തിന് വേണ്ടി 1000 രൂപ അല്ലാഹുവിനെ സ്വീകരിക്കണേ. റയീസ് മോനല്ലേ? അപ്പൊ റയീസിന്റെ ജ്യേഷ്ഠന്റെ കല്യാണം ശരിയാകാൻ വേണ്ടി 1000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എനിക്കറിയാം ഉസ്താദ്, ഞാൻ ചെറിയൊരു ദുആ നടത്തിയിട്ട് സമാപന ദുആ കുണ്ടൂർ ഉസ്താദിന്റെ ഖാദിമ നടത്തും. നിങ്ങളെ പ്രതീക്ഷിച്ചായി വന്നിക്കണേ. ഞാനും നിങ്ങളും കോട്ടിട്ട് എന്നുള്ള എൻ്റെ ഉള്ളു മോശമാണ്, നിങ്ങളുടെ ഉള്ളു ഉഷാറാണ്. അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. സാധിക്കണോലൊക്കെ ചൊല്ലിയാലേ മനസ്സറിഞ്ഞ് ചൊല്ലും വേണം. അതിങ്ങനെ ചൊല്ലിയിട്ട് 21 കിടക്കണേന് പിന്നൊന്ന് മൊബൈലിൽ തോണ്ടി പിന്നൊന്ന് വാട്സപ്പ് നോക്കി ഒന്നും പറ്റൂല. അത് ലാസ്റ്റ് അതായിരിക്കണം. അത് ചൊല്ലിയിട്ട് ഇങ്ങനെ കിടക്കണം. ഇത് ഈ സാദത്തുദ്ദാറൈനി നോക്കിയ ഉസ്താദ്മാർക്കൊക്കെ കാണാൻ കഴിയും. അല്ലാഹുവിനെ സ്വീകരിക്കണേ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞില്ലല്ലേ? ഇനി ഏതായാലും ദ്വാരക്കണീന് മുമ്പ് ഒരു ചെറിയ സ്വതക്ക നിങ്ങളെ കയ്യിലുണ്ട് ഒരു 10 റുപ്യ ആകെ 1000 ഉള്ളു, മതി ഉള്ളീനനുസരിച്ച്.
ഉള്ളിനനുസരിച്ച് വലുതൊന്നും വേണ്ട, ഒരു ചെറിയ സ്വതക്ക. ഇനി പൈസ ഇല്ലേലും മാറിക്കണ്ട, നിങ്ങളൊക്കെ ഒന്ന് മുസാഫത്ത് ചെയ്തിട്ട് പോയിക്കോളി. ഹാദി മുസ്താൻ കണ്ട് വരും, നിങ്ങളെ കൈയൊന്ന് കുടിക്കണം, ഓർക്ക് ആഗ്രഹം ഉണ്ടാവും. വരും. ബിസ്മില്ല. നമ്മളെ കുണ്ടൂർ ഉസ്താന്റെ ഹാദി മുസ്താന്റെ കയ്യിൽ നിങ്ങളത് കൊടുക്കുക. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. മുസാഫത്ത് ചെയ്തോളി. ബിസ്മില്ല. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا رب ഞങ്ങളെ നസീഹത്ത് ഖബൂലാക്കണേ റഹ്മാനെ. മവാലിദുകളെ സ്വീകരിക്കണേ റഹ്മാനെ. അദ്കാറുകൾ കബൂലാക്കണേ റഹ്മാനെ. ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണേ റഹ്മാനെ. ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. മശായിഖന്മാരുടെ പൊരുത്തം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈമാന് സലാമത്താക്കി തരണേ അല്ലാഹ്. ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. താങ്ങാൻ കഴിയാത്തൊരു പരീക്ഷണത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെടുന്നൊരു വിഷമവും നൽകല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. കാമിലായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സാബിഖീങ്ങളിൽ സജ്ജനങ്ങളിൽ പാവങ്ങളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ഞാൻ ആ പറഞ്ഞ സ്വലാത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 വട്ടം ചൊല്ലി പതിവാക്കിയാൽ കാമിലായ വുളൂഓടുകൂടെ അത് പതിവാക്കുകയാണെങ്കിൽ 41 ദിവസമാണ് യൂസുഫ് നബി ഹാനി തങ്ങൾ പറയുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. ദ്വാരക്കണമെന്ന വസിയത്തോടെ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണമെന്ന അപേക്ഷയോടെ, നേരം വൈകിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാപ്പ് ചെയ്യണം. എൻ്റെ മരിച്ചുപോയ വാപ്പാനങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഹയാത്തുള്ള ഉമ്മാക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹു തആല ആരോഗ്യം നൽകട്ടെ. ഞങ്ങളുടെ ദർസ് ഉസ്താദിന്റെ ദർസ് ഒക്കെ മരണം വരെ ദർസ് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ദുആ വസിയത്തോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു നശീദിൻ